ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഇത് മീനയാണ്. എറണാകുളത്ത് ഞാനൊരു ബിസിനസ് ടു ബിസിനസ്, അതായത് നമ്മുടെ സലൂണിൻ്റെ പ്രൊഫഷണലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, ഈവൻ സ്കിന്നിൻ്റെ ആയാലും ഹെയറിൻ്റെ ആയാലും എല്ലാ കമ്പനികളും വന്നിട്ട് അവിടെ ഒരു എക്സിബിഷൻ കം സെയിൽ നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് വന്ന പ്രോഡക്ട്സിനെ കുറിച്ചും അല്ലെങ്കിൽ പുതിയ മെറ്റീരിയൽസ്, ടൂൾസ്, അങ്ങനെയുള്ള മേക്കപ്പിൻ്റെ പ്രോഡക്ട്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്കുള്ള ഒരു അവയർനെസ് കിട്ടുകയും നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതലായിട്ട് നമ്മുടെ ബിസിനസ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ ഈ വർഷം നടന്നത് റാഡിസൺ ബ്ലൂവിലായിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റും എനിക്ക് അറിയാവുന്ന കമ്പനിക്കാരും ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലുപരി ഞാൻ ഉപയോഗിക്കാത്ത പ്രോഡക്ട്സും ഉണ്ടായിരുന്നു. നമ്മുടെ കൊറിയൻ സ്കിന്നിൻ്റെ ഫേഷ്യൽസ്, കൊറിയൻ ബോഡി സ്പാ, കൊറിയൻ ബോഡി മസാജിന് ഉപയോഗിക്കുന്ന അങ്ങനെയുള്ളതെല്ലാം. എനിക്ക് സ്പാ ഇല്ല, എനിക്ക് സലൂൺ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെക്കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോഡക്ട്സും കാര്യങ്ങളും എല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ നമ്മുടെ സ്പാ ബെഡാണത്. ഈ സ്പാ ബെഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊറിയൻ സ്പാ, നമുക്ക് കൊറിയൻ ഹെയർ സ്പാ മുതലുള്ളതും ഫേഷ്യൽസും ഈവൻ പെഡിക്യൂർ, മാനിക്യൂർ, ഇതെല്ലാം നമ്മൾക്ക് വൺ ബെഡിൽ തന്നെ നമ്മൾക്കെല്ലാം ചെയ്യാനുള്ള അങ്ങനെയുള്ള അതിൻ്റെ ഒരു എക്സ്പീരിയൻസും എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ മാക്സിൻ്റെ ഫർണിച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഹെയറിൻ്റെ ടൂൾസ് വളരെയധികം നല്ല ടൂൾസാണ്. അതായത് ബ്ലോ ഡ്രയർ ബ്രഷ്, പാഡൽ ബ്രഷ്, അയണർ, ഡ്രയർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ കുറേ വാങ്ങിക്കുകയും ചെയ്തു. ഒത്തിരി വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 25,000 പ്രോഡക്ട്സും ഞാൻ അവിടെ നിന്ന് ഈ ടൂൾസ് മാത്രം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പുതിയ മെഷീൻസിൻ്റെ ഉപയോഗം, ഈ മെഷീൻസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും എല്ലാം കിട്ടി. വളരെ നല്ലതായിരുന്നു. എറണാകുളം എപ്പോഴും ബിസിനസ്സുകാർക്ക് കൂടുതൽ അവരുടെ കുറേ ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് അത്രയും ഒരു എക്സിബിഷൻസും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് പ്രൊമോഷൻസും ഇങ്ങനെ ഒരു പ്രോഡക്ട്സിൻ്റെ ഒരു അവയർനെസ്സും നോളേജസും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വളരെയധികം കുറവാണ്. പക്ഷേ എറണാകുളത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രീമിയം കാറ്റഗറി സലൂൺസുകാർക്ക് നമ്മൾക്ക് ഇതിനുള്ള ക്ലാസ്സുകൾ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എറണാകുളത്ത് ഞാൻ എപ്പോൾ പോയാലും നമ്മുടെ സീ ഫുഡ് ദർബാറിൽ പോയിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുക. എൻ്റെ മോൻ എറണാകുളത്ത് ഉണ്ടായിരുന്ന സമയത്ത് നെട്ടൂരാണ് ഇത് ഉണ്ടായിരുന്നത്. ഇവരുടെ മെയിൻ ബ്രാഞ്ച് ഉണ്ടായിരുന്നത് നെട്ടൂരാണ്. അപ്പോൾ ഞാൻ എപ്പം മോൻ ഉള്ള സമയത്ത് ഞാൻ പോകുമ്പോൾ മോനും ഞാനും കൂടെ പോയിട്ട് നെട്ടൂർ പോയിട്ട് അവരുടെ ഫുഡ് കഴിക്കാറുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ഫുഡ്. പിന്നെ അറിയാലോ, എറണാകുളം കൂടുതലും മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നല്ല ഫ്രഷ് മീൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം നെട്ടൂർ ചെന്ന് അവിടെ പഴയ കടയിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ നിന്ന് മാറി ഇപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ഫിഷറീസ് കോളേജിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇപ്പോൾ അത് പുതിയ ബ്രാഞ്ച് അവരുടെ വന്നേക്കുന്നത്. അങ്ങനെ ഞാൻ അവരുടെ പഴയ ഹോട്ടലിൽ അവർ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരക്കി പിടിച്ച് അങ്ങനെ ഇപ്പോൾ അതെ നമ്മുടെ ദർബാറിലേക്ക് എത്തി. ഇപ്പം നേരത്തെ അവിടെ ലഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫിഷ് നമുക്ക് ഇഷ്ടമുള്ളത് പിക്ക് ചെയ്ത് അവർക്ക് ഏത് ടൈപ്പ് ഓഫ് ഫ്രൈ വേണോ, തവ വേണോ, എന്ത് വേണമെങ്കിലും നമുക്ക് തരും. അപ്പം ഞാൻ അവിടെ നിന്ന് നമ്മുടെ ആവോലിയാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം എല്ലാം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര ഹെവി ആയിരുന്നു എല്ലാ മീനും. എങ്ങനെയായാലും 1 കിലോ ഓരോ മീനും ഉണ്ട്. പക്ഷേ അതിൽ തമ്മിൽ തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ ഉള്ളതിൽ ഇത്തിരി ചെറുതായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ആവോലിയായിരുന്നു, കറുത്ത ആവോലി. അങ്ങനെ പിന്നെ അത് പൊള്ളിച്ചതും ലാവിഷായിട്ട് ഉണ്ട്. വലിയ ആവോലിയായിരുന്നു കേട്ടോ. കഴിച്ചിട്ട് തീരുന്നില്ല. ഞാൻ തളർന്നു. ശരിക്കും പറഞ്ഞാൽ വിയർത്ത് കോളിച്ച് തിന്ന് മടുത്ത് അല്ലെങ്കിൽ തിന്ന് ക്ഷീണിച്ചു എന്ന് കേൾക്കും. കഴിച്ച് കഴിയുമ്പോഴാണ് ഓർക്കണം, ദൈവമേ ഇത്രയും വെയിറ്റ് കുറയ്ക്കണം എന്ന് വിചാരിക്കണം, ഇങ്ങനെ തട്ടിയാൽ എന്ത് ചെയ്യും. പക്ഷേ നന്നായിട്ട് കഴിച്ചോട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അവസാനം പിന്നെ ഇഞ്ചി കറിയും കൂട്ടി ഇല മടക്കി എല്ലാം ഞാൻ തിന്ന് മുള്ള് കണ്ടോ അത്രമാത്രം. പിന്നെ നല്ലൊരു ലെമൺ ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു. ബില്ല് അത്രയും വലിയൊരു ബില്ലൊന്നുമില്ല, ഭയങ്കര റീസണബിൾ റേറ്റ് ആയിരുന്നു. നല്ല ഫുഡുമാണ് അവിടുത്തെ. എറണാകുളത്തൊക്കെ പോകുന്നവർ തീർച്ചയായിട്ടും ഈ സീ ഫുഡ് ദർബാറിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട്.